കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. പുതുക്കിയ ഉടമ്പടിയെ തുടർന്ന് കേണൽ മെക്കാളെ തിരുവിതാംകൂറിന്റെ ഭരണകാര്യങ്ങളിൽ അനാവശ്യമായി കൈകടത്താൻ തുടങ്ങി. വൻതുക നികുതി കുടിശ്ശിക വരുത്തിയ മാത്യു തരകന്റെ സ്വത്ത് കണ്ടുകെട്ടാനുള്ള വേലുത്തമ്പിയുടെ കൽപ്പന മെക്കാള പ്രഭു റദ്ദു ചെയ്തു. പ്രസിഡന്റിന്റെ അനാവശ്യ ഇടപെടലിനെ വേലുത്തമ്പി എതിർക്കുകയും ചെയ്തു. മെക്കാളയെ തിരിച്ചു വിളിച്ച് തൽസ്ഥാനത്ത് മറ്റൊരാളെ നിയമിക്കാനായി മദ്രാസ് ഗവൺമെന്റിനോട് അപേക്ഷിക്കാൻ വേലുത്തമ്പി രാജാവിനെ ഉപദേശിച്ചു. പ്രസിഡന്റുമായി തെറ്റിപ്പിരിഞ്ഞ കൊച്ചിയിലെ മുഖ്യമന്ത്രിയായിരുന്ന പാലി തച്ചനുമായി വേലുത്തമ്പി രഹസ്യ സഖ്യമുണ്ടാക്കി. സംഘടിത സമരത്തിലൂടെ മാത്രമേ തിരുവിതാംകൂറിന് നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യം വീണ്ടെടുക്കാനാകൂവെന്ന് തിരിച്ചറിഞ്ഞ വേലുത്തമ്പി സൈനിക നീക്കം തുടങ്ങി. അല്പകാലം മുമ്പ് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ അമേരിക്കക്കാരുമായി ബന്ധം സ്ഥാപിക്കാൻ തമ്പി ശ്രമിച്ചിരുന്നതായി ലണ്ടനിലെ ഇന്ത്യ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള രേഖകൾ സാക്ഷ്യം വഹിക്കുന്നു. കൊച്ചിയിലും വടക്കൻ തിരുവിതാംകൂറിലും ഒരേ സമയം വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ആലപ്പുഴയിലുണ്ടായ കലാപത്തിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. കൊല്ലത്ത് കൺട്രോൾമെന്റിൽ വെള്ളപ്പട്ടാളം തമ്പടിച്ചു. ആലപ്പുഴയിലായിരുന്ന തമ്പി തിരുവിതാംകൂറിന്റെ തെക്കും വടക്കും ഭാഗങ്ങളിൽ നിന്ന് പടയാളികളെ കൊല്ലത്തെത്താൻ ആഹ്വാനം നൽകി. തമ്പിയുടെ മാർഗം തടയുക എന്ന ലക്ഷ്യത്തോടെ നീണ്ടകരയിൽ ബ്രിട്ടീഷ് സൈന്യം ഉപരോധം ഏർപ്പെടുത്തി. ഇതുമൂലം കൊട്ടാരക്കര വഴി തമ്പി കുണ്ടറയിലെത്തി. വിദേശികളുമായുള്ള പോരാട്ടത്തിൽ ജനങ്ങളുടെ സർവോമുഖമായ പിന്തുണ അഭ്യർത്ഥിച്ച് വേലുത്തമ്പി കുണ്ടറയിൽ ആവേശകരമായൊരു ആഹ്വാനം നടത്തി. കൊല്ലവർഷം 984 മകരം 1 നടത്തിയ ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരത്തിൽ വേലുത്തമ്പി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിശിതമായി വിമർശിക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരായി രാജ്യസ്നേഹ പ്രചോദിതമായ സമരത്തിനായി തന്റെ കൊടിക്കീഴിൽ അണിനിരക്കാൻ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു. ജനങ്ങളുടെ ആത്മവീര്യത്തിന് ഉത്തേജനം നൽകിയ വിളംബരത്തെ തുടർന്ന് നൂറുകണക്കിന് ചെറുപ്പക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ ഒത്തുചേർന്നു. 1809 ബ്രിട്ടീഷ് തിരുവിതാംകൂർ സൈന്യങ്ങൾ തമ്മിലുള്ള നിർണായക യുദ്ധത്തിൽ തിരുവിതാംകൂർ സൈന്യം പരാജയപ്പെട്ടു. പാലിയത്തച്ചൻ ശത്രുപക്ഷത്തേക്ക് കൂറുമാറിയതും വേലുത്തമ്പിക്ക് തിരിച്ചടിയായി. വേലുത്തമ്പി നിരാശനായില്ല. ഇംഗ്ലീഷുകാർ തെക്ക് നിന്നും വടക്ക് നിന്നും തിരുവിതാംകൂറിനെതിരായി പടനീക്കം നടത്തിയിരുന്നു. കുണ്ട്ര വിളംബരത്തിനായി വേലുത്തമ്പി ദളവ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്ന പ്രദേശമാണ് ഇന്നത്തെ എഴുകോണിന് സമീപത്തെ തയ്യാർ കുന്നെന്ന് പറയപ്പെടുന്നു. കുണ്ട്ര വിളംബരം നടന്ന 1809 ജനുവരി 16 4 നാൾ മുമ്പാണ് വേലുത്തമ്പി ദളവ സൈന്യസമേതനായി ഇവിടെ എത്തിയത്. എഴുകോൺ, ഇടക്കാട്, കൊച്ചാലുമൂട് പ്രദേശത്തെ കുന്നിൻ മുകളിൽ ദളവയും പരിവാരങ്ങളും തയ്യാറെടുപ്പുകൾ നടത്തിയതിന്റെ ഓർമ്മയ്ക്കായി കുന്നിന് തയ്യാർ കുന്ന് എന്ന് പേര് ലഭിച്ചത്രേ. വിജയം വിദൂരത്താണെന്ന് മനസ്സിലാക്കിയ വേലുത്തമ്പി തിരുവനന്തപുരം വഴി രാജ്യത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് നീങ്ങി. രാജാവ് ബ്രിട്ടീഷുകാരുമായി സന്ധി ഉണ്ടാക്കി ഉമ്മിണിത്തമ്പിയെ ദളവയാക്കി നാട്ടുസൈന്യത്തെ പിരിച്ചുവിടുകയും ചെയ്തു. രാജ്യത്തിന്റെ പ്രതിരോധ ചുമതല പൂർണ്ണമായും ബ്രിട്ടീഷ് സൈന്യത്തിന് അടിയറ വെച്ചു. വേലുത്തമ്പിയുടെ തലയ്ക്ക് 50,000 രൂപ പ്രതിഫലമായി പ്രഖ്യാപിച്ചു. വേഷം മാറി സഞ്ചരിച്ച വേലുത്തമ്പി ദളവ കിളിമാനൂർ കൊട്ടാരത്തിലെത്തി തന്റെ ഉടവാൾ അവിടെ ഏൽപ്പിച്ചു. ഇന്നത് ഡൽഹിയിൽ നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അവസാനം വേലുത്തമ്പി മണ്ണടിയിലെ പോറ്റി ഗൃഹത്തിൽ അഭയം തേടി. വാർത്തയറിഞ്ഞ മല്ലൻപിള്ള എന്ന കാര്യക്കാരൻ പടയാളികളോടൊപ്പം സ്ഥലം വളഞ്ഞു. ശത്രുക്കളുടെ കൈകൊണ്ട് മരിക്കുന്നതിനേക്കാൾ ആത്മഹത്യയാണ് ഉചിതമെന്ന് മനസ്സിലാക്കിയ വേലുത്തമ്പി ദളവ കടാര നെഞ്ചിൽ കുത്തി വീരമൃത്യു വരിച്ചു. വെള്ളക്കാർ ആ ധീരദേശാഭിമാനിയുടെ മൃതദേഹത്തെ പോലും വെറുതെ വിട്ടില്ല. കലാപകാരികൾക്ക് മുന്നേറിപ്പോന്നവണ്ണം തിരുവനന്തപുരത്ത് കണ്ണമൂലയിൽ കഴുകിൽ കെട്ടിത്തൂക്കി ആ ധീരദേശാഭിമാനിയുടെ മൃതദേഹം. വേലുത്തമ്പിയുടെ വീട് ഇടിച്ചു നിരത്തി ബന്ധുക്കളെ മാലദ്വീപിലേക്ക് നാടുകടത്തുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ കൊല്ലത്ത് നടത്തിയ മനുഷ്യക്കുരുതികളിൽ ഏറ്റവും നിഷ്ഠൂരമായിരുന്നു വൈക്കം പത്മനാഭപിള്ളയുടെ വധം. വേലുത്തമ്പി ദളവയുടെ ആത്മസുഹൃത്തായിരുന്നു പത്മനാഭപിള്ള. വേലുത്തമ്പിയുടെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ വേട്ടയാടിയ പത്മനാഭപിള്ള ഗത്യന്തരമില്ലാതെ കീഴടങ്ങുകയാണ് ചെയ്തത്. പ്രസിഡന്റ് സാഹിബിന്റെ നിർദ്ദേശപ്രകാരം കൊല്ലത്ത് കൊണ്ടുവന്ന പത്മനാഭപിള്ളയെ കൈകാലികൾ വരിഞ്ഞുകെട്ടി നിറയെ ആണികൾ തറച്ച വീപ്പയിലിട്ട് മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടി മൃതപ്രായനായപ്പോൾ പുറത്തെടുത്ത് തൂക്കിലേറ്റുകയായിരുന്നു. വേലുത്തമ്പിയുടെ അനുചരന്മാരായ 7 പേരെ കൊല്ലത്ത് തൂക്കിക്കൊന്നിട്ടുണ്ട്. വേലുത്തമ്പിയുടെ അനുജൻ പത്മനാഭൻ തമ്പി, കൊച്ചു ശങ്കരപ്പിള്ള, കുതിരപ്പള്ളിപ്പിള്ള, കരുമാടി ഗോവിന്ദപിള്ള, ആവരണം പിള്ള, കുഞ്ചാതിപ്പിള്ള, കായസം ലാലാവി എന്നിവരാണ് ഇവർ. ഇരവിപുരത്താണ് അന്ന് കഴുമരം സ്ഥാപിച്ചിരുന്നത്. തൂക്കിക്കൊന്ന ശേഷം മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.